ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഒരു റംബൂട്ടാൻ തോട്ടം തേടിയുള്ള പോക്കാണ്. ഇപ്പം നമ്മൾ തൊടുപുഴയിൽ നിന്നാണ് നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത്. തൊടുപുഴയിൽ നിന്ന് നമ്മൾ പോയിട്ട് നമുക്ക് ഇപ്പോൾ ഈ ഫീൽഡുള്ളത് പാലായിലാണ്. അപ്പോൾ നമ്മൾ ഒരു മണിക്കൂറോളം ഡ്രൈവ് ചെയ്താണ് അവിടെ എത്തണേ. അപ്പോൾ നമ്മൾ തോട്ടത്തിൽ എത്തിയിട്ടുണ്ട്. ഇത് തോട്ടത്തിൽ ഒരു 10-30ഓളം മരങ്ങളാണുള്ളത്. അപ്പോൾ നമ്മളത് വാങ്ങിയിട്ട് എക്സ്പോർട്ട് ചെയ്യാനുള്ള രീതിയിലാണ് നമ്മളത് കയറ്റി വിടാനുള്ള രീതിയിൽ. നമ്മുടെ തൊടുപുഴ, പാല, കാഞ്ഞിരപ്പള്ളിയൊക്കെയാണ് ഒരുപാട് തോട്ടങ്ങളുള്ളത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ കൊല്ലം ചെയ്തതായിരുന്നു. പക്ഷേ ഈ കൊല്ലം നമ്മളൊന്നും കൂടെ അത് സ്റ്റാർട്ടിങ്ങിൽ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ റംബൂട്ടാൻ്റെ തോട്ടത്തിൽ പോയി റംബൂട്ടാൻ നമ്മളവിടെ നിന്ന് വില കൊടുത്തെടുത്ത് കേരളത്തിൽ കുറേ സ്ഥലങ്ങളിലോട്ടും പിന്നെ ബാംഗ്ലൂർ, ചെന്നൈ, കർണാടക അങ്ങനെയുള്ള കുറേ സ്ഥലങ്ങളിലോട്ട് കയറ്റി വിടാനുള്ളൊരു പരിപാടിയിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഈ കൊല്ലം എല്ലാ കൊല്ലത്തേക്കാളും കുറച്ച് ഈൽഡ് കുറവാണ്. ഇതിപ്പോൾ നമ്മളവിടെ കണ്ടൊരു കടച്ചക്കയുടെ മരമാണ്. ഇപ്പോൾ കടച്ചക്കയുടെ മരത്തിലാണെങ്കിൽ എല്ലാം പൊഴിഞ്ഞു പോയിട്ടുണ്ട്. അത് അതിൻ്റെ കാൽസ്യത്തിൻ്റെയൊക്കെ കുറവാണെന്നാണ് അന്വേഷിച്ച് പറയാൻ കഴിഞ്ഞത്. അപ്പോൾ അതിനൊക്കെ പ്രത്യേകതരം മരുന്നുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ വരും വീഡിയോയിൽ അങ്ങനെ പറഞ്ഞു തരുന്നതായിരിക്കും. അതേപോലെ റംബൂട്ടാൻ കൊഴിഞ്ഞു പോകുന്നതിനും നമ്മൾ മരുന്ന് നമുക്ക് പറഞ്ഞു തരാൻ പറ്റും. ഇത് പിന്നെ വേറൊരു ഫീൽഡിൽ പോയപ്പോൾ മാങ്ങ, പിന്നത്തെ മൊത്തം വീഡിയോസ് നമ്മളിങ്ങനൊരു ഒറ്റ വീഡിയോ ആക്കി ഇങ്ങനെ ഇതാക്കിയെന്നുള്ളൂ. അപ്പോൾ ഇത് വേറെ റംബൂട്ടാൻ ഫീൽഡാണ്. നമ്മളിപ്പോൾ 3-4 റംബൂട്ടാൻ ഫീൽഡ് നമ്മൾ അഡ്വാൻസ് കൊടുത്ത് തോട്ടം വാങ്ങിച്ചിട്ടുണ്ട്. നമുക്ക് ഇപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് പ്രൊസീജിയർ എന്ന് പറയുമ്പോൾ വലയിടലായിരിക്കും. അത് കഴിഞ്ഞ് വലയിട്ട് ഒരു മാസം 1.5 മാസം കഴിയുമ്പോൾ നമ്മളിത് പറിച്ച് എക്സ്പോർട്ടിങ്ങിന് ആക്കാൻ പറ്റുള്ളൂ. എക്സ്പോർട്ടിങ് എന്ന് വെച്ചാൽ കയറ്റി വിടാൻ. ഇവിടെ നമ്മുടെ കേരളത്തിൽ തന്നെ ആയിരിക്കും കൂടുതലും പോകല്.